Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലം കേക്ക്. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. മറ്റുള്ള കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേക്കിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് കാരമലൈസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഷുഗർ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേക്കിന്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ കാര്യം, ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ടൈം അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ കേക്കിലേക്ക് എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചിലവർ കേക്ക് ഉണ്ടാക്കുമ്പോൾ കാരമലൈസ്ഡ് കളേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ തന്നെ ധാരാളമാണ് നമുക്ക് പ്ലം കേക്കിന്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിനെങ്കിലും കടയിൽ നിന്ന് പ്ലം കേക്ക് വാങ്ങി കഴിക്കാതെ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണേ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് റെഡി ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നോമ്പ് കാലത്ത്, ക്രിസ്മസ് കാലത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, കറുത്ത ഉണക്കമുന്തിരി, പിന്നെ കിസ്മിസ്. കിസ്മിസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിസ്മിസ് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ചെറിയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കിസ്മിസ് ഇട്ടെന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ചെറി ഉണ്ടെങ്കിൽ ചെറി ആഡ് ചെയ്താൽ മതി, അത് നല്ല ടേസ്റ്റാണേ. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ചിലവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഒത്തിരി അങ്ങ് ചേർക്കുന്ന അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ചേർത്താൽ മതി. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഷുഗർ 1/2 കപ്പ്. ഷുഗറും ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിനുള്ളതാണ് എടുത്തിട്ടുള്ളൂ, ഒത്തിരി മധുരമില്ല. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. കൂടുതൽ ഷുഗർ വേണ്ടവർക്ക് 3/4 കപ്പ് വരെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ സ്കിൻ ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, യെല്ലോ പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ താഴെയുള്ള വൈറ്റ് പാർട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അതെടുത്തു കഴിഞ്ഞാൽ കയ്പരസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നട്ട്മഗ്. നട്ട്മഗ് എന്ന് പറയുന്നത് ജാതിക്ക. ഇവിടെ ഞാനൊരു ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇത് മുഴുവനായിട്ട് വേണ്ട, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. 4 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 ഏലക്ക, ഒരു ചെറിയ പീസ് ചുക്ക്. ചുക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെറിയൊരു പീസ് ഇട്ടെന്ന് മാത്രം. ഇതെല്ലാം പൗഡർ ആക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഓറഞ്ച് ജ്യൂസ്. ഇത് ഫ്രഷ് ജ്യൂസാണ്, നമ്മൾ ഓറഞ്ച് വാങ്ങിയിട്ട് അതൊന്ന് ജ്യൂസ് അടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും യൂസ് ചെയ്യാം. 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ട, കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യാനുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റെങ്കിലും മിനിമം സോക്ക് ചെയ്യാൻ വെക്കണം ഡ്രൈ ഫ്രൂട്ട്സ്, എന്നാലാണ് കുറച്ചെങ്കിലും ഒന്ന് സോക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കേക്ക് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.
ബൗളിലേക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുത്ത മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ്, കിസ്മിസ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേപ്പ് വൈനാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വൈനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഇതൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇനി എന്തെങ്കിലും പൊടിയാത്തതുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കണം. ഇത്രയും പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും അവിടെ മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാനുള്ളത് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ചട്ടി എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഷുഗറും ആഡ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ, ഷുഗറെല്ലാം മെൽറ്റായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ചിലവർ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ കാരമലൈസ്ഡ് ആയിട്ടുള്ള കളേഴ്സുകൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളറ് പ്ലം കേക്കിന് കിട്ടും. ആ കളർ തന്നെ ധാരാളമാണ് പ്ലം കേക്കിന്. അതുകൊണ്ട് തന്നെ വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഷുഗർ മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലാക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കയ്പരസം വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഷുഗറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുത്തോളേ. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നീങ്ങി നിൽക്കാനായിട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതെല്ലാം ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. നന്നായിട്ട് ഫുൾ മെൽറ്റായിട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററിൽ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ചൂടോടുകൂടി ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ കൂടി പോകരുത്, 2 നുള്ളേ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ സ്പൈസ് പൗഡർ ആക്കിയതും അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടും. ഞാനിവിടെ 3 പ്രാവശ്യം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ ബട്ടർ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ടയിൽ നിന്ന് ഓരോ മുട്ട വീതം ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുമിച്ച് 3 മുട്ടയും ഇട്ട് ബീറ്റ് ചെയ്യരുത്. ഓരോന്ന് ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്ത് പിന്നെ അടുത്ത് ചേർക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തോളൂ. നമ്മൾ എഗ്ഗ് വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞതുപോലെ തോന്നും നമുക്ക് ആദ്യം. പക്ഷെ അത് കുഴപ്പമില്ല. എഗ്ഗ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ടെൻഷൻ വേണ്ട കേട്ടോ. ആദ്യം അങ്ങനെയാണ് ഇരിക്കുക, പിന്നീടാണ് അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. 3 എഗ്ഗും ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ സ്കിൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതും നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ മൈദയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. മൈദ ആഡ് ചെയ്യുമ്പോൾ ഞാനൊരു 1/2 കപ്പോളം ഇത്രയും മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആവശ്യമുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അത് മാറ്റി വെച്ചേക്കാം. മൈദയും കൂടി വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഒട്ടും ചൂടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബീറ്റർ ഉപയോഗിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടും സിറപ്പില്ലാതെ അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സിറപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സിറപ്പ് കളയരുത്, അത് മാറ്റി വെക്കണം, അതിന് ആവശ്യമുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദ ഉണ്ടല്ലോ, ആ മൈദ ഈ ഡ്രൈ ഫ്രൂട്ട്സിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ മൈദയുടെ ഒരു കോട്ടിങ് വരണം, ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. മൈദ ഞാൻ ഇതുപോലെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴെ വന്നാണ് കിടക്കാറ്, എല്ലായിടത്തേക്കും വരാറില്ല എന്ന്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ താഴെ വന്ന് കിടക്കില്ല, എല്ലായിടത്തേക്കും ഒരുപോലെ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ലൂസായിട്ട് എടുക്കരുത്, ഇത്തിരി ടൈറ്റായിട്ട് എടുക്കണം, എന്നാലാണ് കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇത് പ്ലം കേക്കിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. സാധാ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് നമ്മൾ എടുക്കാറ്, പക്ഷെ അതിനേക്കാളും ടൈറ്റായിട്ട് വേണം പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഈ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാഷ്നട്ട്, അതും കൂടി ഇട്ട് മിക്സ് ചെയ്യണേ. കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇത്രയും തിക്കായിട്ട് വേണം കേട്ടോ, ഒത്തിരി ലൂസായി പോകരുത്, അപ്പോൾ നമുക്ക് പ്ലം കേക്ക് റെഡി ആയിട്ട് കിട്ടില്ല. ഇത്രയും തിക്കായിട്ട് തന്നെ വേണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ച സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മതി, ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്റർ ലൂസായി പോവും. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്, ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. നല്ലതുപോലെ ടാപ്പ് ചെയ്തെടുക്കുക. മുകളിൽ കുറച്ച് കാഷ്നട്ടും കൂടി ഞാൻ വെച്ചെടുക്കുന്നുണ്ട്, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുൻപ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 200 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, കാരണം എല്ലാവരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ ഒരുപോലെ ആവണമെന്നില്ല, അത് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സും കൂടി വെക്കുക. ഇനിയിപ്പോൾ ചിലവർക്ക് 45 മിനിറ്റ്സ് എടുത്താലും റെഡി ആവണമെന്നില്ല. ഓരോരുത്തരുടെ ഓവൻ എങ്ങനെയാണെന്ന് അത് നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കറക്റ്റ് ടൈം വെച്ച് കൊടുക്കുക. ഏകദേശം 40 to 45 മിനിറ്റ്സ് വേണം കേക്ക് ബേക്ക് ആവാനായിട്ട്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ്സ് ആയിട്ടോ. 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ്സും കൂടി വെച്ചു. അപ്പോൾ ഏകദേശം 40 to 45 മിനിറ്റ്സ് ആയി. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേക്ക് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. കേക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് സ്റ്റിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാൻ എടുത്ത് മാറ്റട്ടെ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് സിറപ്പ് എടുത്ത് വെച്ചിരുന്നല്ലോ, ആ സിറപ്പ് കുറേശ്ശെ ഇതുപോലെ നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും, വൈൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടി ആ ഒരു ടേസ്റ്റ് വരും. നിങ്ങൾക്ക് കുറേ ദിവസം എടുത്ത് വെക്കാനുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണ്ട, പെട്ടെന്ന് കേടായിപ്പോവും. 2 ദിവസം 3 ദിവസമൊക്കെ ആണെങ്കിൽ കേടാവാതെ ഇരുന്നോളൂ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മളങ്ങനെ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ. ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി.
ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാൻ എടുക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ കമത്തി ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണേ. വേറൊരു പ്ലേറ്റ് വെച്ച് തിരിച്ചിങ്ങോട്ട് കമത്തി കഴിഞ്ഞാൽ കേക്ക് നല്ല കറക്റ്റ് പൊസിഷനായിട്ട് കിട്ടും. ശരിക്കും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുണ്ട് കേക്ക്. അപ്പോൾ വെറുതെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വാവ്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you for watching.